നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ്, ഒരു ക്യൂ എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ, ഒരു ഫീൽഡ് ലൈൻസ് അതിന് ചുറ്റും ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷനാണ് ഈ കാണിക്കുന്നത്. ഒരു പോസിറ്റീവ് ചാർജാണ് വെക്കുന്നതെങ്കിൽ അതിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? ആ ചാർജിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട്, ചാർജിന് ചുറ്റും എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. ഇനി ഒരു നെഗറ്റീവ് ചാർജ് -Q ആണ് വെക്കുന്നെങ്കിലോ ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? ആ ചാർജിലേക്ക് വന്നു ചേരുന്നതായിട്ടായിരിക്കും ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ. ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ചാർജിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടായിരിക്കും ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ചാർജിൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ടായിരിക്കും ഫീൽഡ് ലൈനിൻ്റെ ഡയറക്ഷൻ. ഇനി നമ്മൾ രണ്ട് പോസിറ്റീവ് ചാർജുകൾ അടുപ്പിച്ച് വെച്ചാൽ, എൻ്റെ ഫീൽഡ് ലൈനിൻ്റെ ഡയറക്ഷൻ, ഇത് രണ്ട് സെയിം ചാർജ് അല്ലേ, രണ്ടും പോസിറ്റീവ്. അപ്പോൾ ഇത് റിപ്പൽ ചെയ്ത് അകന്നകന്ന് പോകും. ചാർജിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് രണ്ട് പോസിറ്റീവ് ചാർജ് അടുപ്പിച്ചാണ് വെക്കുന്നതെങ്കിൽ ഫീൽഡ് ലൈനിൻ്റെ ഡയറക്ഷനാണ്, രണ്ട് പോസിറ്റീവ് ചാർജാണ് വെക്കുന്നതെങ്കിൽ ഫീൽഡ് ലൈനിൻ്റെ ഡയറക്ഷനാണ് ഈ കാണിക്കുന്നത്. ഇങ്ങനെ വരും, അകന്നു പോകുന്നതായിട്ട് വരും രണ്ട് പോസിറ്റീവ് ചാർജുകൾ വെച്ചാൽ. ഇനി നമ്മൾ അടുത്തത് ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും കൂടെ വെക്കുവാണെങ്കിൽ ഫീൽഡ് ലൈനിൻ്റെ ഡയറക്ഷൻ, ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജൂടെ വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വരും. നെഗറ്റീവിലേക്ക് വന്നു ചേരുന്നല്ലേ, പോസിറ്റീവിൽ നിന്ന് പോകും, നെഗറ്റീവിലേക്ക് വരും. ഫീൽഡ് ലൈനിൻ്റെ ഡയറക്ഷനാണ്. പോസിറ്റീവിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ്, പക്ഷെ നെഗറ്റീവിൻ്റെ അടുത്തേക്ക് വരും. അടുത്ത് വരുന്നതായിട്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും ഫീൽഡ് ലൈൻസ് വരിക. ഇത് പോസിറ്റീവിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകുന്നതായിട്ടല്ലേ കാണുന്നത്, പോസിറ്റീവിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകുന്നതായിട്ടാണ് ഫീൽഡ് ലൈൻസ് കാണുന്നത്. പക്ഷെ ഇവിടെ നെഗറ്റീവിൻ്റെ അടുത്തേക്ക് വരും, നെഗറ്റീവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നതായിട്ടും കാണാൻ പറ്റും. പോസിറ്റീവിൽ നിന്ന് അകന്നു പോകുന്നു, അത് നെഗറ്റീവിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്ന് ചേരും. ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് കാണപ്പെടുക. അപ്പോൾ പോസിറ്റീവ് ചാർജിൽ നിന്ന് അകന്നു പോകുന്നു, നെഗറ്റീവ് ചാർജിലേക്ക് അടുത്തേക്ക് വരുന്നു. രണ്ട് പോസിറ്റീവ് വെച്ചാൽ റിപ്പൾഷനാണ്, അകന്നകന്ന് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് വെക്കുന്നെങ്കിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും ലൈൻസ് വരിക. ഉണ്ടോ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ്, പോസിറ്റീവിൽ നിന്ന് അകന്നു പോകുന്നു, നെഗറ്റീവിലേക്ക് വരുന്നുണ്ടോ, ഇങ്ങനെയായിരിക്കും ഫീൽഡ് ലൈൻസ് കാണുക. ഇവിടെ പോസിറ്റീവിൽ നിന്ന് അകന്നു പോകുന്നു, ഇവിടെ നെഗറ്റീവിലേക്ക് വന്ന് ചേരുന്നു, ഉണ്ടോ, ഇങ്ങനെയായിരിക്കും ഫീൽഡ് ലൈൻസ് കാണപ്പെടുക. ഓക്കെ, താങ്ക് യു.